സാർ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു മൊബൈൽ കാലഘട്ടം സ്റ്റാർട്ട് ചെയ്തത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 2000ങ്ങളുടെ തുടക്കത്തിലാണെന്ന് പറയാം. എല്ലാവരിലേക്കും എത്തിയത് ആ സമയം മുതൽ ഈ 2020 സമയം വരെ തുടക്കത്തിലൊക്കെ എല്ലാവരും ഫോൺ വിളിക്കാനുള്ള ഉപകരണമായിട്ടാണ് കാണുന്നതെങ്കിലും ഇപ്പോൾ ഫോണിനകത്ത് കിട്ടാത്തതൊന്നുമില്ല. അതിൽ രാത്രി 2 മണി വരെ 3 മണി വരെയൊക്കെ ഉറക്കമില്ലായ്മ അങ്ങനെ വലിയൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഞാനടക്കം കേരളത്തിലുള്ള ഒരു 90% ആൾക്കാരും രാത്രിയിലും ഏത് സമയവും ഉറക്കമില്ലായ്മ എന്നൊരു വലിയൊരു വിഷയത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ഉറങ്ങുന്നതിന് ഒരു 8 മണിക്കൂർ ഒരു സമയം നമ്മൾ മാറ്റി വെക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ ഇപ്പോൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. രാത്രി 8 മണിക്ക് കടന്നാലും ആ കിടത്ത ഒരു ഉറക്കത്തിലേക്ക് വരെ 2 മണിയാവുന്നുണ്ട്. പിന്നെ രാവിലെ കറക്റ്റായിട്ട് 7 മണിക്ക് എണീക്കുക, 8 മണിക്ക് എണീക്കുക, ജിമ്മിൽ പോകുന്നു, അത് കഴിഞ്ഞിട്ട് വർക്കിന് പോകുന്നു. അതൊക്കെ ശരിക്കും ഈ ഉറക്കമില്ലായ്മ കൊണ്ട് നമ്മൾ ജിമ്മിലും മറ്റുള്ള കാര്യത്തിലും അത് കഴിഞ്ഞ് വർക്കിന് പോകുമ്പോൾ വളരെയേറെ ബാധിക്കത്തില്ല എല്ലാത്തിനെയും. നിങ്ങൾ ഈ പറയുന്ന വിഷയം പ്രധാനമായിട്ട് ഒരു എപ്പോഴും നമ്മൾ മനസ്സിലാക്കും, ആളുകൾ അറിയുന്നില്ല. ഉറക്കമില്ലായ്മ കാരണം ഓവറായിട്ടുള്ള തിങ്കിങ്ങാണ്, ചിന്തകളാണ്. നമ്മളിപ്പോൾ രാത്രി കിടക്കുമ്പോൾ നമ്മൾ ആ 1 മിനിറ്റിൽ 1 സെക്കൻഡിൽ ആയിരക്കണക്കിന് ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നത്. ഈ ചിന്തകളെ നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം. അത് തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഫേസ്ബുക്ക് ഓണാക്കി ഇങ്ങനെ റീൽസ് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു റീല് കണ്ടപ്പോൾ യെസ് ഇത് അവനെ കുറിച്ചുള്ളതാണ് സെൻഡ് കൊടുക്കും. എന്നിട്ട് അവൻ്റെ അടുത്ത് കുറച്ച് നേരം നമുക്ക് സംസാരിക്കും. അങ്ങനെ നമ്മുടെ ചിന്ത ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതല്ലാതെ ഒരാൾ 1 സെക്കൻഡ് 1 മിനിറ്റിൽ ഒരാളുടെ തലയിലൂടെ 1.5 ലക്ഷം ചിന്തകളാണ് കടന്നു പോകുന്നത്. ഈ ചിന്തകളിൽ നമുക്ക് വേണ്ടതും വേണ്ടാത്തതെല്ലാം ഉണ്ട്. ഈ ചിന്ത എന്ന് പറയുന്നത് നാച്ചുറലായിട്ടുള്ള അബോധാവസ്ഥയിൽ നടക്കുന്നതാണ്, പലർക്കും അറിയത്തില്ല. ഈ ചിന്തകളെ നമ്മൾ അതിനെ തിങ്കിങ് ആക്കുമ്പോഴാണ് പ്രശ്നം. സാധാരണ ഈ തോട്ടം എന്ന് പറയുന്നത് മണൽത്തരികളെ പോലെ. ഈ മണൽത്തരികളെ നമ്മളത് നമ്മുടെ കൈകളിൽ നിന്ന് വഴുകി പോകുന്നത് പോലെ നമ്മളതിനെ കൺട്രോൾ ചെയ്യാനോ നമ്മളതിനെ പിടിച്ചു വെക്കാനോ ശ്രമിച്ചാൽ അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ചിന്തകളെ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യണതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, ഈ ചിന്തകളെ ഈ ചിന്തകളെ നമ്മൾ നിരന്തരമായി അതിലേക്ക് എനർജി കൊടുക്കുമ്പോൾ അത് നമുക്ക് ചുറ്റും ഇങ്ങനെ ഒരു വൃത്തമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. ആ ചിന്തകൾ 1 മിനിറ്റിൽ 5 ചിന്തകൾ വന്നെങ്കിൽ പിന്നെ അത് 10ആയി 20ആയി. ഈ ചിന്തകൾ ഇങ്ങനെ നിരന്തരമായി തുടർച്ചയായി നമ്മളെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ നമ്മളൊരു വലിയ മാനസികമായിട്ടുള്ള പലതരത്തിലുള്ള ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ, യെസ് അങ്ങനെ ഉണ്ടാവും, എനിക്ക് മറ്റ് രോഗലക്ഷണങ്ങളുണ്ടോ. പിന്നെ നമ്മുടെ നോട്ടം ചിന്തകൾ പോകുന്നത് എന്തൊക്കെയാണ്, രോഗലക്ഷണങ്ങളെ കുറിച്ചാണ്. ഇത് ഒരു 99% ആൾക്കാർ വിചാരിക്കുന്നത്. അതെ അതെ, നമ്മൾ ഒരേ സമയം പല പ്രശ്നങ്ങളിലേക്ക് ഇടപെടും. അതെ, പല ചിന്തകൾ വരും, പല ആൾക്കാർ നമ്മളിലേക്ക് വരും, അതെ, പല മൊമെന്റ്സുകൾ നമ്മൾ വന്നിട്ട് പോകും. അതെ, അതിന് നമുക്ക് ഇപ്പോൾ ഓരോരുത്തർക്ക് അറ്റാക്ക് വരുന്നത് ഇപ്പോൾ കൊച്ചു പിള്ളേർക്കാണ്. ഒരു 35 ഏജ് 25 അങ്ങനെയുള്ള പിള്ളേർക്കുള്ള അറ്റാക്ക് വന്ന് മരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ടെൻഷനും കാര്യങ്ങളും നമുക്ക് ഇതിനെ പറ്റും, നമ്മൾ ഹെൽത്ത് നോക്കുന്നില്ല, നമ്മൾ ഉറക്കമില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ ബിനീഷ് പറഞ്ഞല്ലോ, സാധാരണ ഈ ചിന്ത എന്ന് പറയുന്നത് ഡിവൈനായിട്ടുള്ള ഒന്നാണ്. ഇത് യൂണിവേഴ്സലായിട്ട് അബോധാവസ്ഥയിൽ നമ്മളിലേക്ക് കടന്നു വരുന്നു. ഈ കടന്നു വരുന്ന ചിന്തകളെ നമ്മളതിനെ സ്വതന്ത്രമാക്കി വിടുക എന്നുള്ളതിൽ കവിഞ്ഞ് അതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ പല ചിന്തകൾ, ഒരു ചിന്തകളിൽ നിന്ന് അടുത്ത ചിന്തകളിലേക്ക് അനുസൃതമായി ചിന്തകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കും. ആ ചിന്തകൾ വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രോഗലക്ഷണങ്ങളെക്കുറിച്ചാണ് പിന്നെ ചിന്തിക്കുന്നത്. എന്താണ്, എനിക്ക് രോഗമുണ്ടോ, എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ, എനിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ആ ചിന്തകൾ വന്ന് നമ്മളെ ഒരു രോഗിയാക്കുന്നത് വരെ ആ ചിന്തകൾ നമ്മളോടൊപ്പം ഉണ്ടാവും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്താണ് തോട്ട്, എന്താണ് തിങ്കിങ്? തോട്ടെന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒന്നാണ്. അത് പുറത്തേക്ക് വിടുക, അതിനെ നമ്മൾ തിങ്കിങ് ആക്കാതിരിക്കുക. തിങ്കിങ് ആക്കുക എന്ന് പറഞ്ഞാൽ ഈ തോട്ടിനെ നമ്മൾ ഉള്ളിലേക്ക് വെച്ചിട്ട് അതിനെ നിയന്ത്രിച്ച് തോട്ട് എന്താണ്, തിങ്കിങ് എന്താണെന്ന് നമ്മൾ കോൺഷ്യസ് ആയി അറിയുക എന്നുള്ളതാണ് പ്രധാനം. തോട്ടെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു യൂണിവേഴ്സലായിട്ട് ലോകത്തുള്ള എല്ലാ ആളുകളിലേക്കും ഈ ചിന്തകൾ കടന്നു വരും. ആ ചിന്തകളെ, അത് യൂണിവേഴ്സലാണ്, അത് അബോധാവസ്ഥയിൽ നടക്കുന്നതാണ്. ഈ ചിന്തകളെ അതിൻ്റെ വഴിക്ക് വിടുക. ഇതിനെ എടുത്ത് നമ്മൾ ആക്ഷൻ കൊടുക്കും. എന്താണ്, നമ്മൾ അതിനെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മുടെ മനസ്സിലിട്ടിട്ട് ഇതിലിങ്ങനെ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങും.
എതിലേക്കാണോ നമ്മൾ ഊർജ്ജം കൊടുക്കുന്നത്, ആ ഊർജ്ജം കൊടുക്കുന്നതനുസരിച്ച് ബലൂൺ വലുതാകുന്നത് പോലെ ആ ചിന്തകൾ ഇങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ചുള്ള ചിന്തകളെ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. ഏത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു യഥാർത്ഥത്തിൽ നമ്മൾ ചിന്ത സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നത്തിൽ നിന്നും നമ്മൾ ചിന്തിച്ച് നമ്മളൊരു രോഗിയാകുന്ന സത്യത്തിൽ ചിന്തകളിലൂടെ അല്ലേ നമുക്ക് സംശയരോഗവും മറ്റേ എല്ലാം ചിന്തകളെ പല ആളുകൾക്കും ഈ ചിന്തയും അതായത് ചിന്തയും ചിന്തിക്കലും തമ്മിൽ എന്താണെന്ന് അറിയില്ല. തിങ്കിങ് ആണ് പ്രശ്നം. ചിന്തകൾ നല്ലതാണ്. ചിന്തകളെ നമ്മൾ അതിനെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് അത് പ്രവർത്തിപ്പിക്കണം. എന്താണ്, ഇപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് ഞാൻ മനസ്സിലിട്ട് ചിന്തിച്ചുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അനുസരിച്ചിട്ട് ഞാനത് വർക്കൗട്ട് ചെയ്യണം, ആക്ഷൻ കൊടുക്കണം. ഏത് നമ്മൾ ആക്ഷൻ കൊടുക്കേണ്ടത് എന്താണ്? കൈ കൊണ്ടോ കാല് കൊണ്ടോ? ഇപ്പോൾ ഒരാളുടെ അടുത്തേക്ക് നമ്മൾ കുറച്ച് കാശ് എനിക്ക് വേണം, ഞാൻ ആ ആളുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നത് വരെ അയാൾ തരുമോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഞാനൊരു 10 പേരുടെ അടുത്ത് ചെന്ന് ചോദിക്കണം. ഇപ്പൊ നമുക്ക് ഒരാൾ ക്യാഷ് തരാനുണ്ടെങ്കിൽ നമ്മൾ അയാൾ ഫോൺ എടുത്തില്ലെങ്കിൽ മനഃപൂർവ്വം എടുക്കാതെ അപ്പൊ നമ്മൾ ആക്ഷനിലേക്ക് പുറമേ ആക്ഷൻ കൊടുക്കുമ്പോഴാണ് അത് റിസൾട്ട് വരുന്നത്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഊർജ്ജത്തെ അകത്ത് വെച്ചിട്ട് നമ്മുടെ മനസ്സിലേക്ക് വെച്ചിട്ട് നമ്മൾ അതിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ തോട്ടും തിങ്കിങ്ങും ഇതൊരു നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തോട്ട് എന്ന് പറയുന്ന ഒരു വളരെ ഡിവൈൻ ആയിട്ടുള്ള കണക്ടിവിറ്റി ഉള്ള ഒന്നാണ് ഈ തോട്ടെന്ന് പറയുന്നത്. ആ തോട്ട് വന്നുകൊള്ളട്ടെ, അതിനെ അലോ ചെയ്യുക. അതിനെ അലോ ചെയ്യുന്നതോടൊപ്പം എല്ലാം നമ്മുടെ സോൾ ആഗ്രഹിക്കുന്നത് സ്വതന്ത്രമാകാനാണ്. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് സ്വതന്ത്രമാകാനാണ്. നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് ഉള്ളിൽ നടക്കുന്ന ആ പ്രവർത്തനത്തെ നമുക്ക് അനുകൂലമായി, നമ്മളുടെ ഈ മെറ്റീരിയൽ ലൈഫിന് അനുകൂലമായി നമ്മളതിനെ കൺട്രോൾ ചെയ്യാതെ സ്വതന്ത്രമായി അതിൻ്റെ ദിവ്യപ്രവാഹത്തിലേക്ക്, ഡിവൈനിലേക്ക് നമ്മൾ വിടാൻ ശ്രമിച്ചാൽ അത് അതിൻ്റെ വഴിക്ക് പോകും. പിന്നെ നമ്മൾ ചിന്തിച്ച് കൂട്ടി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അത് പ്രശ്നമാവുകയും ചെയ്യും. അല്ല, ചിന്തകൾ അതാണ് പറയുന്നത്. ചിന്തകൾ എന്താണോ കണക്ട് ചെയ്യുന്നത് ഒന്നിൽ നിന്നൊന്നിലേക്ക് കണക്ട് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഒരു മിനിറ്റിൽ 1.5 ലക്ഷം ചിന്തകൾ നമ്മുടെ തലയിലൂടെ കടന്നു പോകും. ഈ 1.5 ലക്ഷം ചിന്തകളിൽ നമുക്ക് നല്ലതുണ്ട്, ചീത്തയുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മളാണ് അട്രാക്ട് ചെയ്യുന്നത്. കാന്തം ആകർഷിക്കുന്ന പോലെ നമ്മളിലേക്ക് നമ്മൾ ആകർഷിക്കുന്നതാണ്. അപ്പോൾ ഈ ചിന്തകളെ സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തോട്ട് എന്ന് പറയുന്നത് നല്ലതാണ്, അതൊരു ഡിവൈനാണ്. ആ തോട്ടിനെ അതിൻ്റെ ആ ഡിവൈനിറ്റിയോട് കൂടി അതിനെ സ്വതന്ത്രമാക്കി വിടുക. തിങ്കിങ് ആക്കാതിരിക്കുക. തിങ്കിങ് എന്ന് പറയുന്നത് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മളത് പുറമേ ചെയ്യുക, അകത്തിട്ട് ഇതിനെ പ്രവർത്തിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ മാർഗം.